ഒരു പാർലമെൻറ്റിൻ്റെ ഒരു മിനിറ്റിന് എത്ര കോടി രൂപയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ അവരുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്നതെന്ന് അറിയാം. നരേന്ദ്രമോദിയുടെ കുടുംബത്തിൽ നിന്നോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൽ നിന്നോ അല്ല ഇത് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ആരംഭിച്ചത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ മുഹബത്ത് കി ദുഖാൻ ആരംഭിച്ചതിന് ശേഷമാണ്. സ്നേഹത്തിൻ്റെ കട അങ്ങോട്ട് അന്ന് വിശാലമായിട്ട് തുറന്നതിന് ശേഷമാണ് ഈ ദുരന്തം പാർലമെൻറ്റിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അവിടെ നാടകം കളിച്ചിട്ട് ഹീറോ ആവാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ നാടകം നമ്മൾ കണ്ടതല്ലേ, വളരെ ഒരു പ്രേമ നാടകം. ഇങ്ങോട്ട് വന്ന് പ്രസംഗം കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ കവിളിൽ ഒരൊറ്റ ചുംബനം. കവിളത്ത് അന്നേരം അടി കിട്ടേണ്ടതാണ്. പാർലമെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? മഹത്തായ പാരമ്പര്യമുള്ള ഒരു മോദിയൊന്നും പറഞ്ഞില്ല ഒരാളിനെ കയറി ഇങ്ങനെ ചുംബിക്കാൻ. അതെ, ചെയ്യണ്ട. അത് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയാണ്. ഈ വീടിൻ്റെ ഐശ്വര്യം. BJPയുടെ വീടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന മുദ്രാവാക്യം ഡൽഹി BJP ഓഫീസിനും രാഹുൽ ഈ വീടിൻ്റെ ഐശ്വര്യം. സത്യമാണത് 100%. എന്നിട്ട് അയാൾ എന്താ കാണിച്ചത്? വന്ന് കവിളത്ത് വന്ന് ഒരു വൃത്തികേട് ഉറപ്പളവാക്കുന്ന രീതിയിൽ ഒരു മുമ്മയും വെച്ചിട്ട് ഒരു കണ്ണിറുക്കി ഒരു കാണിക്കുക. ഇയാൾ എന്താ ഇത് കൊണ്ടുവന്നത്? എന്തൊരു നാടകം! കണ്ണിറുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു കണ്ണിറുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീകൾക്ക് നേരെ നോക്കുകയാണെങ്കിൽ അതൊരു പീഡനം. അയാൾ എപ്പോഴും പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ വെച്ച് ഉമ്മ കൊടുക്കും. ഇതൊക്കെ വീട്ടിൽ വെച്ച് പാടില്ലേ? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എത്രത്തോളം പക്വതയില്ലായ്മയാണ് സഭ എന്ന് പറയുന്നതിനെ അസഭ്യമാക്കുന്നു. സഭയെ അസഭ്യമാക്കുന്നു ഈ മനുഷ്യൻ. അതുപോലെ തന്നെ അത് സ്പീക്കർക്ക് തന്നെ സഭാധ്യക്ഷൻ തന്നെ ഇടപെടേണ്ടി വന്നു. പ്രിയങ്ക ഗാന്ധിക്ക് രാവിലെ വന്നിട്ട് ഉമ്മ കൊടുക്കുക. ഇയാൾ എന്തായി കാണിക്കുന്നത്? ഇത് കോളേജോ? പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ കോളേജല്ല രാഹുൽ ഗാന്ധി. അവിടെ വന്നിട്ട് അപ്പോൾ സ്പീക്കർ ചോദിച്ചു, ഇതൊരു ഉന്നതമായ പാർലമെൻറ്റാണ്, ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളാണ് ഉള്ളത്. ഈ അംഗങ്ങളെ അത് പെരുമാറ്റത്തിനായിട്ടുള്ള ചില മര്യാദകളുണ്ട്, അത് പാലിക്കണമെന്ന് പറയേണ്ടി വന്നു. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ചില വനിതാ MP-മാർ വാതുക്കൽ നിൽക്കുകയായിരുന്നു. ഇയാൾ ഇങ്ങനെ മസിലും പെരുപ്പിച്ചിട്ടോ അങ്ങനത്തെ ഒന്നും അതിലൊരു സ്ത്രീയെ തള്ളി അങ്ങ് വീഴ്ത്തി. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസൊക്കെ എന്ന് പറയുന്നത് അത് പരസ്പരമുള്ള ഒരു അറിവോടും സമ്മതത്തോടും കൂടിയാണെന്നാണ് പറയുന്നത്. ഇതൊരു സമ്മതമില്ല, ഒരു സ്ത്രീയെ തട്ടിയിട്ട് അത് വലിയ കേസാവേണ്ടതാണ്. പിന്നെ രാജകുമാരനായതുകൊണ്ട് അത് പഴ്സ്യൂ ചെയ്തില്ലായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.